എടാ ഏത് പട്ടിക്കും ഒരു ദിവസം വരും എന്നുള്ളത് മനസ്സിലായോടാ? അത് മനസ്സിലായി. പക്ഷെ ഇവിടുത്തെ പട്ടിയുടെ ദിവസമായിരുന്നു ഇന്ന്. എന്ന് വെച്ചാ വണ്ടി പിടിക്കാൻ വന്ന കുഞ്ഞമ്മാവനിപ്പോ പട്ടി പിടിക്കാണ്ടിരിക്കാൻ നെട്ടോട്ടോ ഓടുന്നുണ്ടാവും. അയ്യോ അരവിന്ദനല്ലേ? കുഞ്ഞമ്മാവനത് എവിടെയാ? ഞാൻ വെള്ളത്തിലാ. കാലത്തെ തുടങ്ങിയോ? അതല്ലടാ, പട്ടണ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിലാ. ദൈവമേ, ചതിച്ചോ? എന്താ? എന്റെ കുഞ്ഞമ്മാവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ കിണർ വെള്ളം ഇങ്ങോട്ട് വരാം. അതിനല്ല, കുഞ്ഞമ്മാവനെ ഒന്ന് കാണാനാ. കുഞ്ഞമ്മാവനെ കാണാൻ കിണറോ? കുഞ്ഞമ്മാവൻ കിണറ്റിനകത്തുണ്ട്. കിണർ എവിടെ? അവിടെയാ. കളിക്കല്ലേ കുഞ്ഞമ്മാവ. കിണർ എവിടെ? അയ്യോ കുഞ്ഞമ്മാവ, എന്ത് പറ്റി കുഞ്ഞമ്മാവ? പട്ടി. പട്ടീന്നാ? എന്നാ അവിടെ കിടാ. അല്ല അല്ലടാ, പിന്നെ ആര്? പട്ടയുടെ പട്ടി കാരണമാണ് ഞാൻ കിണറ്റിൽ വീണത്. വെള്ളം കുടിച്ച് ചാവാറായി. എന്നെ ഒന്ന് രക്ഷിക്കടാ. പേടിക്കണ്ട, ഞാൻ വേണ്ട ചെയ്യാം. അതിനു മുമ്പ് എന്റെ കാറ്റ് പോകാതിരുന്നാ മതി. നോക്കിയിരിക്കാൻ ഒരു കസേരയും കയറും കൊണ്ടുപോകാ. തെണ്ടി പറഞ്ഞത് കേട്ടില്ലാണ്. തെണ്ടി കൊണ്ടുവരാണ് മുതലാളി. തെണ്ടി നോക്കിയിറക്കിക്കോ. കുഞ്ഞമ്മാനെ വെട്ടാടാ. കേറിക്കോ കേറിക്കോ, ധൈര്യമായിട്ട് കേറിക്കോ. 140 വർഷം പഴക്കമുള്ള കസേര. ധൈര്യമായിട്ട് കയറി. 140? ചുമ്മാ പറയുന്നു. കുഞ്ഞമ്മാൻ പേടിക്കാൻ കയറിവാ. വലിച്ചോ, സൂക്ഷിച്ച്. പിടിച്ചോ. പുതിയ മുടിഞ്ഞ അതങ്ങനെ വാരി വലിച്ചു പിടിച്ചോ. ഇറങ്ങാൻ പറ്റേ, ഇറങ്ങാൻ പറ്റേ. ഇറക്കും മുമ്പ് ഒരു തീരുമാനം എടുക്കണം. ഇനി എന്ത് തീരുമാനം? കിണർ വെള്ളം ശുദ്ധീകരിക്കാൻ 5000 ഉറുപ്പിക. അത് തരില്ല. വേണ്ട. അയ്യോ വേണ്ട. തരാം തരാം. തരില്ല തരാം തരില്ല തരാം. കൊടുക്കണോ? ഇനി ഞാൻ ഇറങ്ങട്ടെ. ഒരു കണ്ടീഷൻ കൂടി. തൊലിയാനായിട്ട് എന്താണോ? ഓട്ടോറിക്ഷയ്ക്ക് ഫൈനാൻസ് എടുത്ത വകയിലുള്ള 25,000 ഉറുപ്പിക പലിശയും ഒഴിവാക്കണം. സാധ്യമല്ല. ആലോചിക്കാൻ അറിയില്ല. 25,000 രൂപയും 3 കൊല്ലത്തെ പലിശ എല്ലാം കൂടെ 60,000 രൂപ. അത് നടക്കത്തില്ല. എങ്കിൽ പുറത്തേക്ക് കിടക്കുന്ന പ്രശ്നേ ഇല്ല. ഒരേ ഒരു കുഞ്ഞമ്മാവനേ ഉള്ളൂ നിനക്ക്. കുഞ്ഞമ്മാവൻ എന്ത് പറഞ്ഞാലും ശരി, പൈസ കിട്ടാതെ ഒഴിവാക്കുന്ന പ്രശ്നമേ ഇല്ല. ഉറപ്പാണോ? ഉറപ്പ്. ഉറപ്പ്. 100 വട്ടം. എടാ കുട്ടപ്പ, എന്താ വിടുക? ഈശ്വര, ഇതെന്താ ഇത്? നിലത്ത് നിർത്തന്നെ. ഡോക്ടർ സ്ഥലത്തില്ലാത്ത ഈ കമ്പൗണ്ടർ എന്ന് പിഴച്ചു. മണിക്കൂർ 4 ഞങ്ങൾ കാത്തു നിൽക്കുന്നു. ഇപ്പോഴെന്ന് പറയുന്നല്ല ഡോക്ടർ ഇവിടെ. ഇപ്പോഴും അത് തന്നെ പറയുന്നു. ഡോക്ടർ ഉടനെ എത്തും. അയ്യോ, ആംബുലൻസ്. ഏതോ അത്യാവശ്യ കേസാ. ഡോക്ടർ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ. അതിലും വലിയ അത്യാവശ്യമായിട്ടാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത്. ഡോക്ടർ വന്നിട്ട് താഴെ ഇറങ്ങിയാൽ മതി. ആ ബോഡി ഇറക്കേ. ഡോക്ടർക്ക് ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായത് എന്റെ ഭാഗ്യം. ഡോക്ടർ എത്തിയല്ലോ. ഇനി ഇറക്ക്. സാർ, കുറെ നേരമായിട്ട് ഞങ്ങൾ കാത്തു നിൽക്കുക. എന്റെ ഭാര്യയ്ക്ക് വേദന കൂടിയിരിക്കുക. അതിന് ഞാനെന്ത് വേണം? സാർ തമാശ പറയുകയാണോ? ഭാര്യ എപ്പോഴാ പ്രസവിക്കുക? തന്റെ ഭാര്യ എപ്പോഴാ പ്രസവിക്കുന്നു ഞാൻ എങ്ങനെ അറിയുന്നു? സാർ ആളെ ഇൻസൾട്ട് ചെയ്യണോ? അതേടോ ഇൻസൾട്ട് ചെയ്യും. മനുഷ്യനിവിടെ ആണിപ്പുറത്തേക്കുമ്പോഴാണ് ഭാര്യ. ഞാനൊന്ന് പറഞ്ഞിട്ടെ. അതെ, എനിക്ക് ആള് തെറ്റിയതാ. അല്ല, നമുക്ക് ആള് തെറ്റിയതാ. ഇത് ഡോക്ടർ മുകുന്ദനല്ല, മുകുന്ദന്റെ ബ്രദർ അരവിന്ദനാ. സീറ്റ് പിടുത്തോ? മുകുന്ദൻ എവിടാ? ഇപ്പൊ വരും. ഇത് ഞങ്ങൾ കുറെ നേരമായിട്ട് കണ്ടോണ്ടിരിക്കുക. എന്തുവാണ് ഇതൊക്കെ? പറയാം ചേട്ടാ, ഒരു മിനിറ്റ് ഇനി വന്നേ. അതെ, മുകുന്ദൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അവറാച്ചന്റെ സീരിയലിൽ അഭിനയിക്കാൻ പോയിരിക്കുക. അവൻ എവിടെ ഉണ്ടെങ്കിലും ഉടനെ കൊണ്ടുവരണം. എന്താ പ്രശ്നം? കുഞ്ഞമ്മാവൻ കിണറ്റിൽ വീണു. കിണറ്റിലോ? എന്നിട്ട് അവിടെ വേദന ഉണ്ടോ കുഞ്ഞമ്മാവ? അത് മാത്രമേ ഉള്ളൂ. നടുവും മുട്ടും അനക്കാൻ പറ്റുന്നില്ല. നീ മുകുന്ദനെ വിളിയടാ. മുകുന്ദൻ ഇവിടെ ഇല്ല. ഞാൻ ശരിയാക്കി തരാം. ഹാർട്ട് ഓക്കെ, വയറും ഓക്കെ. അപ്പൊ തലയ്ക്കായിരിക്കും പ്രോബ്ലം. തലയും കാലും തമ്മിലുള്ള കണക്ഷൻ നോക്കാം. ഇതിനും കെട്ടിക്കിടന്ന് വെള്ളം കുടിച്ച് ചാവുന്നായിരുന്നു. നീ മുകുന്ദനെ വിളി. കുഞ്ഞമ്മാവ വിളിച്ചാ വിളിയേക്കുന്ന സ്ഥലത്തല്ലവൻ. അവനെങ്കിൽ ലങ്കയിലാ. ലങ്കയിലോ? ലങ്കാനാഥനായ ഈ രാവണപ്രഭുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ധൈര്യം കാണിച്ച ആ കൃമികളത്തെ നമുക്കൊന്ന് കാണണം. ഡോക്ടർ മുകുന്ദൻ സർ, നിന്റെ ഫ്രണ്ട് എവിടാ? മുമ്പിൽ വന്നാ മതി. ആ ഇങ്ങനെ വേണം ഡയലോഗ് പറയാൻ. ഓക്കെ സർ. എന്റെ അപ്പൊ ഇതിന് ആനത്തരി എങ്ങനെ കയറി? ഭയങ്കര വെയിറ്റ്. 10 തലയില്ലേ? പക്ഷെ കുഴപ്പമില്ല. ഈ 10 തലയൊക്കെ വേണോ വെറുതെ കോസ്റ്റ് കൂട്ടാൻ? ഇന്ന് തന്നെ എപ്പിസോഡ് തീർത്തു കൊടുക്കണം. ഈ എപ്പിസോഡും തലയായിട്ട് എന്താണ് ഒരു ബന്ധം?
താൻ ഫുഡ് വന്ന് നോക്കണോ പ്രൊഡ്യൂസറെ? ഹനുമാൻ റെഡിയല്ലേ? റെഡി സാർ. നമുക്ക് റിഹേഴ്സൽ നോക്കാം. ആക്ഷൻ. ഹനുമാൻ. തന്റെ വാലോടൊന്ന് മൂക്കിക്കട്ടെ, ഞങ്ങൾ മാറിയില്ലേ? നമുക്ക് റിഹേഴ്സൽ നോക്കാം. ഒരു പക്ക ഫൈനൽ ആൻഡ് ടേക്ക് ആക്ഷൻ. ലങ്കാനാഥനായി ഈ രാവണപ്രഭുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഇവിടെ ധൈര്യമുള്ള ക്രിമികീടങ്ങൾ ആരാണെന്ന് എനിക്കൊന്ന് അറിയണം. അതാര്? അതെ, രഹസ്യ പ്രശ്നം ഗുരുതര. ആറാമത്തെ തല. സോറി, പ്രശ്നം ഗുരുതര. നീ വേഗം വാ. ഒരു 2 മിനിറ്റ്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. തല എടോ മേലെ ഒന്നുകൂടെ വന്നേ. ഒരു 2 മിനിറ്റ് ഉണ്ട്. താൻ പോയി പെട്ടെന്നൊരു മസാല ദോശ മേടിച്ചല്ലോ. 1/2 മണിക്കൂറായി ഭക്ഷണം കഴിച്ചു. എന്താ? കുഞ്ഞമ്മാവൻ കിണറ്റി വീണു. അത്രേ ഉള്ളൂ. എപ്പോ വീണ സമയം ഒന്നും നോട്ട് ചെയ്യാൻ പറ്റില്ല. സംസാരിച്ചോണ്ടിരിക്കാൻ സമയമില്ല. നമുക്ക് ആശുപത്രിയിലോട്ട് പോവാം. ദൈവമേ, ഞാൻ ഇവിടുന്ന് എങ്ങനെ തല ഊരും? അതത്ര പ്രശ്നമുള്ള കാര്യമല്ല. നീ അങ്ങോട്ട് തിരിഞ്ഞേക്ക്, ഞാൻ തല ഊരി തരാം. ഈ തലയുടെ കാര്യമല്ല, ഇവിടുന്ന് തലയൂരുന്ന കാര്യം. എന്ത് കാരണം പറയും? കുഞ്ഞമ്മാവൻ കിണറ്റി വീണെന്ന് പറയണം. എനിക്കത് പറയാൻ പറ്റില്ല. അതെന്താ പറഞ്ഞാല്? പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? കുഞ്ഞമ്മാവൻ കിണറ്റി വീണ കാര്യം പറയാൻ നിനക്ക് ഭയങ്കര ദുഃഖം കാണും. ഞാൻ പറഞ്ഞോളാം. അതല്ല, പിന്നെ കുഞ്ഞമ്മാവൻ ചത്തു എന്ന് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടുന്ന് മുങ്ങിയത്. അതെ, ഡയറക്ടർ സാർ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നാലോ? ഹീറോയിനൊന്നും ഇല്ല. നീ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ ഈ തല ഊരി കൊടുക്കണ്ടേ? വേണ്ട, ഊരി കൊടുത്ത വേറെ ആളെ വെച്ച് ഷൂട്ട് ചെയ്യും. ഇതെല്ലാം കൂടെ വണ്ടി കൊള്ളുവോ? കൊള്ളുന്നിടത്തോളം കൊള്ളട്ടെ. മിണ്ടാതെ വലിഞ്ഞോ. അയ്യോ തല. കുഞ്ഞമ്മ, അയ്യോ പിന്നെയും തല. കുഞ്ഞമ്മ, ഇത് ഞാനാ, മുകുന്ദൻ. മുകുന്ദൻ മുകുന്ദൻ എന്ത് പറ്റി? കിണറ്റില് വീണതിന് ശേഷം എന്റെ തലച്ചോറിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എവിടെ നോക്കിയാലും ഒരുപാട് തലകള്. അയ്യോ, തലച്ചോറിനല്ല കുഴപ്പം, ഇതെവന്റെ എക്സ്ട്രാ തലയുടെ കുഴപ്പം. ഇപ്പൊ ശരിയായ? എന്താ പറ്റിയത്? മുകുന്ദ, എന്റെ കൈയും കാലും ശരിയാക്കി താടാ. ആശുപത്രി നോക്കി നടത്താതെ സീരിയൽ അഭിനയിച്ച് നടക്കുന്നു. എത്ര പേഷ്യൻസാ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? നാണമില്ലല്ലോ നിനക്ക്. ഞാനിതെല്ലാം അമ്മയോട് പറയുന്നുണ്ട്. എങ്കിൽ കുഞ്ഞമ്മാവനെ സീസി പിടിക്കാനെന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ട് തള്ളിയിട്ടത് ഞാനും പറയും. നീ പറയൂടാ? പറയും. നിന്നെ ഞാനിന്ന് പിന്നെ ഇവിടെ വച്ചൊരു വഴക്ക് വേണ്ട. നീ ഒരുത്തരെ ഇവനെ ഇങ്ങനെ ചീത്തയാക്കുന്നത്? പറയുമ്പോ എല്ലാം പറയണമല്ലോ. മുകുന്ദന്റെ ഭാഗത്ത് ന്യായമുണ്ട്. മുകുന്ദന്റെ ഭാഗത്ത് എന്ത് ന്യായമുള്ളത്? ന്യായോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ. നീ ഒന്നും ചോദിക്കണ്ട. എന്നാ ഞാനൊന്ന് പറയാം. നീ ഒരു പുല്ലും പറയണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ശരിയാക്കി തരുമെന്ന്? ഇനി നിങ്ങൾ തമ്മിൽ വഴക്കും വക്കാണോ ഒന്നും വേണ്ട. ഇവിടെ നടന്നതൊന്നും ചേച്ചി അറിയരുത്. നോക്ക്, പഴയതുപോലെ നടന്നതെങ്ങാനും ചേച്ചി അറിഞ്ഞാൽ അപ്പൊ കുട്ടാ നമ്മൾ 4 പേരും അല്ലാതെ അമ്മ ഇത് ഒരിക്കലും അറിയില്ല. കുഞ്ഞമ്മാവനാണ് സത്യം, സത്യം, സത്യം. അമ്മായി, ഞാനാ അപ്പുക്കുട്ടൻ. ഇന്ന് നടന്നത് എന്താണെന്ന് അറിയണോ? ശ്രീരാമ രാമ ജയ ശ്രീരാമ രാമ ജയ ശ്രീരാമ രാമ ജയ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ. ആരാ ഇന്ന് കിണറ്റി വീണ? അതെ, കുഞ്ഞമ്മാവനാ. ഞാനല്ല, അരവിന്ദനാ. ഞാനല്ല, കുഞ്ഞമ്മാവൻ തന്നെ. വീഴാനുള്ള കാരണം നീ ഉണ്ടാക്കി. എന്തിനാടാ ഈ ഫൈനാൻസ് കമ്പനിയും വണ്ടിക്കച്ചവടം ഒക്കെ? അല്ലാതെ തന്നെ നേരെ ചൊവ്വേ ജീവിക്കാനുള്ള വക ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട അമ്മേ. തറവാടിന്റെ പേര് ചീത്തയാക്കാൻ ഇവൻ ഒരുത്തം മതി. പറയുന്നയാളും അത്ര മോശമൊന്നുമല്ലല്ലോ. സീരിയലിന്റെ ലൊക്കേഷൻ തൊട്ട് ആശുപത്രി വരെ കിടന്നുരുളുന്നത് രാവണന്റെ തലയാണെന്ന് കേട്ടല്ലോ. നല്ലൊരു സ്ഥാപനം നിനക്കും ഉണ്ട്. പറഞ്ഞിട്ടെന്താ, തലേവിധി. കറക്റ്റ്. കേട്ടല്ലോ കേട്ടല്ലോ. എന്റെ മക്കളുടെ തലവിധി തിരുത്തി എഴുതിയത് നിങ്ങൾ 2 ആളുമാ. ഇവന്മാര് നന്നാവണമെങ്കിൽ 2 എണ്ണത്തിന് ഇവിടുന്ന് പടി അടച്ച് പിണ്ണം വെക്കണം. അയ്യോ, ഞങ്ങൾ ഇവിടം വിട്ട് പോയാ പിന്നെ അമ്മായിക്ക് ആരാ ഉള്ളത്? ചേച്ചിക്ക് ഒരു കൂട്ട് ഞങ്ങളല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരു കൂട്ടില്ലാതിരിക്കുന്നതാ നല്ലത്. അയ്യോ, ആ 2 പേരും ഇങ്ങ് വന്നേ. നീ ചെല്ല്. ഏട്ടനെ വിളിക്കാൻ ആരും പോയില്ലേ? ഏട്ടൻ അമേരിക്കയിൽ എത്തിയോ? ഇന്ന് ഉച്ചയ്ക്ക് എത്തി. എയർപോർട്ടിൽ നിങ്ങളെ പ്രതീക്ഷിച്ചിരുന്നു. ഇവനോട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നതാ. തിരക്കിനിടയിൽ പിന്നെ വലിയ മലമറിക്കുന്ന പണിയല്ലേ. ഏട്ടന് പിണക്കായി കാണൂ. നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? നാളെ തന്നെ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്തവണ ഏട്ടൻ വരുന്നത് യമുന ഇവന് തമ്മിൽ കല്യാണം നടത്താൻ കൂടിയാ. എനിക്ക് വേണ്ട പെണ്ണിനെ. അമേരിക്കയിലൊക്കെ ജീവിച്ചതാ. ചുണ്ടും മുഖമൊക്കെ ചോപ്പിച്ച് നടക്കുന്ന ആ പെണ്ണിനെ എനിക്ക് കാണുകയേ വേണ്ട. അയ്യോ, അങ്ങനെയുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ആ കുട്ടി എനിക്ക് വേണ്ടി ആലോചിച്ചാലോ? എങ്കിൽ വേറെ ആരെങ്കിലും മതി. അവക്ക് എന്താടാ ഒരു കുഴപ്പം? നല്ല കുട്ടിയല്ലേ? എങ്കിൽ നീ കിട്ടിക്കോ. നിനക്കും ഉറപ്പണല്ലേ അവള്? അത് ശരിയാകില്ല. നിനക്ക് വേണ്ടി യമുനെ പറഞ്ഞു വെച്ചത് അതേ നടക്കൂ. അമ്മേ, എന്റെ മനസ്സിലുള്ളത് തലയിൽ തുളസി കതിരൊക്കെ ചൂടി
നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് തനി കേരള വേഷം അണിഞ്ഞു നടക്കുന്ന ഒരു നാടൻ പെൺകുട്ടിയാ. അല്ലാതെ അധികം ഒന്നും പറയണ്ട. നീയും കുഞ്ഞനന്തനും കൂടി നാളെ അങ്ങോട്ട് പോകുന്നു. ദാറ്റ്സ് വണ്ടർഫുൾ. കേട്ടോ മൂന്നൻ, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ യമുനയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇവിടുത്തെ കൾച്ചറൊന്നും പിടിക്കാത്തോണ്ടാവാം. ഇവനാണെങ്കിൽ ഒരേ കംപ്ലൈന്റ്, ഫ്രണ്ട്സ് ഇല്ല, ഗെയിംസ് കണ്ടോ. കണ്ട് അമേരിക്കൻ ചേട്ടയുടെ സാമ്പിള് കണ്ട്. അനിയൻ ഇങ്ങനെയാണെങ്കിൽ ചേച്ചി ഇതിന്റെ ഡബിൾ ആയിരിക്കും. ഡബിൾ പടിമീൻ. അല്ല, വലിയേട്ടന് ഈ ഡബിൾ മുണ്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും എന്ന് പറയാ. അത് ശരി. കല്യാണം കഴിഞ്ഞാൽ എന്താ മൂന്നന്റെ പരിപാടി? എന്തായാലും ഇവിടുത്തെ ഈ ലോക്കൽ ഹോസ്പിറ്റലുമായി ചുറ്റിക്കളിക്കുന്നത് എനിക്കിഷ്ടമല്ല. യമുനയ്ക്കും. അതിന് ഞാൻ ഇവിടുത്തെ ഹോളിവുഡിനെ കല്യാണം കഴിച്ചാലല്ലേ. നമുക്ക് പോവാം. വന്ന സ്ഥിതിക്ക് കുട്ടിയെ ഒന്ന് കണ്ടിട്ട് പോവാം. കേട്ടിടത്തോളം കാണാനുള്ള ഭൂതിയൊക്കെ കഴിഞ്ഞു. എന്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് ഇതൊന്നും അല്ല. കുഞ്ഞനെന്താ മുകുന്ദൻ എന്തായി പറയുന്നേ? ഒന്നുമില്ല ഏട്ടാ, ആശുപത്രിയിൽ അപ്പുകൂട്ടം മാത്രമേ ഉള്ളൂ. ഉടനെ അങ്ങോട്ട് പോകണോന്ന് പറയായിരുന്നു. അപ്പുകൂറ്റൻ? അപ്പുക്കുട്ടൻ നമ്മളെ ഗോവിന്ദേട്ടന്റെ മോനാ. ഏട്ടൻ ചെറുപ്പത്തിൽ കണ്ടതാ. മോള് വന്നല്ലോ. മോളെ നിനക്ക് മനസ്സിലായി ഇവരെയൊക്കെ? പിന്നെ ഇത് കൊച്ചച്ഛൻ, അത് മുകുന്ദേട്ടൻ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ പഴയൊരു കൂട്ടുകാരി കണ്ടു, അതാ ലേറ്റ് ആയത്. ഇരിക്കൂട്ടോ, ഞാനിപ്പോ വരാം. വലിയേട്ടനോട് ഞാൻ പറയാൻ പോവാ, നിനക്കിത് ഇഷ്ടമല്ല. എന്തായി സീക്രട്ട്? ഞാൻ ആ സത്യം അങ്ങ് തുറന്ന് പറയാൻ പോവാ. മുകുന്ദന് ഒന്നുമില്ല. അമ്മാവൻ തിരിച്ച് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കല്യാണം അങ്ങ് നടത്തിക്കൂടെന്ന് ഞാൻ ചോദിക്കാം. ഒന്നും പറയണ്ട. 7 മാസത്തെ ഇടവാണ് തെറ്റിയത്. ഇല്ല, 1 മാസം പോയിട്ട് 1.5 ദിവസത്തെ അവധി പോലും തരത്തില്ല. നിങ്ങൾ അരവിന്ദന്റെ ഈ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ, സുന്ദര മുഖം. അരവിന്ദന് മറ്റൊരു മുഖമുണ്ട് മോനെ, ഭീകര മുഖം. ഈ ടൗണിൽ ഏത് മൂലയിൽ ഒളിച്ചാലും ഞാൻ പൊക്കിയിരിക്കും. ഈ കാര്യത്തിൽ ഞാനൊരു എക്സ്പെർട്ടാ. പെണ്ണ് ഏതാണെന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും ശരി അപ്പ പൊക്കി കൊണ്ടുവരും. പെണ്ണോ? പൊക്കുന്ന കാര്യം പറഞ്ഞു ഒറ്റടിയാൻ വെച്ചരും. ഞാൻ ഓട്ടോ പൊക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ആ മാത്തുക്കുട്ടിയുടെ അനന്തരവന്റെ ഓട്ടോറിക്ഷ കാശ് വാങ്ങിയിട്ട് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കും. ആ വണ്ടി മാത്രമല്ല, കാശ് തരാനുള്ള സകല വണ്ടികളും നമ്മൾ പൊക്കിയിരിക്കും. നമ്മളോ? നിനക്ക് ആശുപത്രി പണിയൊന്നുമില്ലേ? പോയി വല്ലവന്മാർക്ക് എനിമ ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. ഇത് ആണുങ്ങളുടെ പണിയാ. കൊച്ചാക്കല്ലേ. മുകുന്ദ പെണ്ണ് കാണാൻ പോയ സ്ഥിതിക്ക് ഞാൻ ടോട്ടലി ഫ്രീയാ. ഇന്ന് ഞാൻ ഫുൾ ടൈം അരവിന്ദന്റെ കൂടെ. നീ ഒന്നും ശരിയാവില്ല. നിന്ന് ഹൗ ടു സീ CC വെഹിക്കിൾസ് എന്നുള്ള ഇംഗ്ലീഷ് പുസ്തകം വായിച്ചിട്ടുണ്ടോ? പോട്ടെ, അതിന്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ CC ഗാഡിയും കോ കൈസെ പകട് സക്താ ഹൈ എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇത് കുഞ്ഞമ്മാവന്റെ ലൊട്ടുലുടുക്ക് ഐഡിയാസ് അല്ല, വണ്ടി പിടുത്തത്തിനുള്ള പുതുപുത്തൻ ഐഡിയാസ്. തികച്ചും ഹോളിവുഡ് സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ. വന്ന് എങ്ങോട്ടാ? നിർത്തിയില്ല. അതെ, വൈകുന്നേരം വരെ ഓടണം. ഈ ബാഗ്സ് ഒരു സ്ഥലത്ത് എത്തിക്കാനുള്ളതാ. മീറ്റർ ചാർജ് തരൂ. മീറ്റർ ചാർജിന്റെ പകുതി തന്നാ മതി. എന്താ സന്തോഷമായോ? താൻ ആളെ കളിയാക്ക. വൈകുന്നേരം വരെ ഓടണം, മീറ്റർ ചാർജ് തരൂ. ഒന്ന് പോകണ്ടേ? എന്താണ് നീ പറഞ്ഞേ? ഓടി ഓടുന്നു. വരൂ പെങ്ങളെ, കയറൂ. തനിക്കിനി എത്ര വേണ്ടത്? എന്റെ പൊന്നു പെങ്ങളെ, ഇഷ്ടമുള്ള തന്നാ മതി. അതിന് തന്റെ കുടുംബസ്വത്വം അല്ലല്ലോ. വൈകുന്നേരം വരെ ഓടണം. മീറ്റർ ഇട്ടോടാമോ? മീറ്റർ ഇട്ടേ ഓടൂ. അവസാനം കുഴപ്പത്തിനൊന്നും വന്നേക്കരുത്. വരത്തില്ല. വിശ്വസിക്കാമോ? 100% വിശ്വസിക്കാം. തന്നെ കണ്ടിട്ടൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് കുടുംബ പാരമ്പര്യമാണ് പെങ്ങളെ. ഈ മുഖേ അത് മാത്രം മാറ്റാൻ പറ്റൂല. പക്ഷെ മനസ്സ് അത് കരിക്കും വെള്ളം പോലെ. എന്തേ? ഒന്നുമില്ല. എന്നാ വിട്ടോ. ഇനി പെങ്ങളെ എന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരികേയില്ല. എങ്ങനെയുണ്ട് പെങ്ങളെ നമ്മുടെ സവാരി? കുഴപ്പമില്ല. ഇതിനാണ് സവാരി ഗിരിഗിരി എന്ന് പറയണത്. ഇത്രയും നല്ലൊരു വണ്ടി ലോകത്തുണ്ടാവില്ല. എന്താടോ? എന്റെ പൊന്നു പെങ്ങളെ, ക്ലച്ചിന്റെ കേബിള് പോയി. പെങ്ങള് മേടിക്കണ്ട, ഇവിടെ അടുത്തൊരു സ്പെയർ പാർട്സ് കടയുണ്ട്. ഞാൻ കേബിൾ മേടിച്ചിട്ട് ഓടി ഇങ്ങോട്ട് വരാം. നല്ല വീട്. നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയാലോ? എന്താ നിർത്തിയ? പെട്രോൾ തീർന്നു കാണും ഇല്ലേ? കറക്റ്റ്.
അതാണ് ഓടുന്നത്. അതിനത് ഓടുന്നില്ലല്ലോ. ഇതല്ലടാ. പിന്നെ നീ ആ ഓട്ടോ കണ്ടോ? കണ്ടു. കണ്ടിട്ട് എന്ത് തോന്നുന്നു? അത് കണ്ടിട്ട് ഓട്ടോ ആണെന്ന് തന്നെ തോന്നുന്നു. എന്താ നിനക്ക് കാറായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞ അതല്ല. നീ ആ നമ്പർ പ്ലേറ്റ് കണ്ടോ? അത് അത്രയ്ക്ക് ഇഷ്ടമായോ? ഞാൻ ഇപ്പൊ തന്നെ പോയി ഇളക്കി എടുത്തോണ്ട് വരാം. എടാ മണ്ട. എന്തോ? അത് KL7 1163. നമ്മുടെ കുഞ്ഞമ്മാവനെ കിണറ്റിൽ തള്ളിയിട്ട് അതേ ഓട്ടോ. ആ CC കുടിശ്ശികയുണ്ട്. അപ്പോ നമ്മൾ TC പിടിച്ചെടുക്കേണ്ട വണ്ടി. കറക്റ്റ്. ഇത് ആദ്യം പറഞ്ഞാ പോരെ, ആ വണ്ടി നമ്മൾ പിടിച്ചെടുത്തു എന്ന് തന്നെ കരുതിക്കോ. എന്താ ഇത്? ഹോളിവുഡ് സ്റ്റൈൽ. തലേന്ന് ഇടിച്ചതാ. ഇത് നാടൻ. അതല്ല. ഇതെന്റെ ബാഗല്ലേ? അതുമല്ല. ഇത് കണ്ട. ഇതെന്താ? ടാർപോളിൻ. ഹൗ ടു പുട്ട് ടാർപോളിൻ ഓവർ വെഹിക്കിൾസ് ആൻഡ് സീസ് ദം എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. നീ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ സാധ്യതയുണ്ട്. അപ്പൊ നീ വായിക്കണേ. എന്തിനാ ടാർപോളിൻ? ഓട്ടോ സീസ് ചെയ്തുകൊണ്ട് പോകുന്നത് ആൾക്കാരെ അറിയാതിരിക്കാൻ. ഓട്ടോക്കാർ സംഘടിച്ച് വന്നാൽ നമുക്ക് പ്രശ്നമാവില്ല. അതാണ് മെയിൻ പ്രശ്നം. ആണല്ലോ. ഓപ്പറേഷൻ തുടങ്ങാം. നീ അങ്ങോട്ട് ബാക്കിലോട്ട്, ഫ്രണ്ടിലോട്ട് വല്ലടാ. ഫ്രണ്ടിലോട്ട്. ഇത് ആദ്യം പറയണ്ടേ. പോലീസുകാരെ നെഞ്ചത്തോട്ടാണ് പട്ടാ പോലെ എന്താ സ്പിരിറ്റ് കിടത്തലോ? അയ്യോ, സ്പിരിറ്റ് ഒന്നും അല്ല സർ. പിന്നെ അപ്പൊ തീവ്രവാദമായിരിക്കും. ആയുധം കിടത്തലല്ലടാ. അയ്യോ സാർ, ഇത് ഓട്ടോറിക്ഷയാണ്. മൂടിയിട്ടാണ് ഇവിടെ ആട്ടോറിക്ഷ കൊണ്ടുപോകുന്നത്. അത് സാറേ, ഈ കരിങ്കണ്ണന്മാരുടെ കണ്ണ് തട്ടണ്ടാന്ന് കരുതിയ. എന്നേക്കെ ബലനേർ സാർ ആയിരുന്നു പൊക്കയോ? സാറേ, കൈക്കൂലി എന്തെങ്കിലും വേണമെങ്കിൽ എന്താണോ? എന്താണ് ഇത്? കണ്ടാൽ അറിഞ്ഞൂടെ? കണ്ടാലല്ല, ഇവനൊക്കെ കൊണ്ടാലേ അറിയൂ സാർ. സാറേ, എന്തിനാ ചൂടാവുന്നത്? ഇതിന് ഞങ്ങൾ ഫൈനാൻസ് ചെയ്തിട്ടുള്ളതാ. കൈക്കൂലി വാങ്ങാനുള്ള അടവാ. അവസാനം കൈക്കൂലി വാങ്ങിക്കുമായിരിക്കും. ഓഹോ, അപ്പൊ നീയൊക്കെ ഇതിന് തുടങ്ങിയടാ ഫൈനാൻസ്? ഇതിന് മാത്രമല്ല, എന്തിനും ഞങ്ങൾ ഫൈനാൻസ് ചെയ്യും. അതിനുള്ള തുടർ നടപടികളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അത് ശരി. അപ്പൊ അനിയന്മാർ ഇതിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പോണു? പലതും ചെയ്യാനുണ്ട് സാറേ. എന്തൊക്കെയാണ് കേക്കട്ടെ? ആദ്യം ഞങ്ങൾ ഇതിനെ ഷെഡിക്കേറ്റ്, എന്നിട്ട് ഇതിന്റെ മുകളിലുള്ളതെല്ലാം അഴിച്ചു മാറ്റി, എന്നിട്ട് സർവീസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് അഴിച്ചു പണി. ഫുള്ളായിട്ട് വേണോ? ഹാഫായാലും പോരെ? ഏയ് അതുപോരാ, മറിച്ച് വിൽക്കണമെങ്കിൽ ഫുള്ളായിട്ട് പണിയണം. ഈ പ്രായമായിട്ട് സാറിന് നിന്ന് അറിഞ്ഞൂടെ? പറഞ്ഞു കൊറ അപ്പക്കുട്ടാ. ഫൈനാൻസ് ചെയ്യാൻ മാത്രമല്ല, സ്വമനസാല തന്നില്ലെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കാനും ഞങ്ങൾ ബഹുമെടുക്കലല്ലേ. സാറെന്തിനാ ഇവരെ അടിച്ചത്? ഏതാടാ ഈ പെണ്ണ്? അയ്യോ, ഇത് പെണ്ണല്ല, ആണാണ്. പട്ടാപ്പോയിൽ മൂടിയിട്ട് ആട്ടോയ്ക്കകത്ത് ആണ്ടോ നിന്റെയൊക്കെ പെൺവാണിപ്പം. പെൺവാണിപ്പോ? ഏത് പെണ്ണ്, ഏത് വാണിപ്പം? നിനക്കറിയണോ? അല്ലടാ, നോക്കടാ നോക്കി നോക്ക്. ഇങ്ങേർക്ക് തലയ്ക്ക് വട്ട. ആളും ഇവിടെ തന്നെ ഉണ്ട്. എത്ര കാശായി? 50. നിന്റെ ഒടുക്കത്തെ കാശ്. ആ കാശ് അങ്ങോട്ട് കൊടുത്തേര്. എന്താ കൊടുക്കണോ കാശ്? താൻ കാരണല്ലേ ഇതൊക്കെ ഉണ്ടായത്. കൊടുത്താ മതി. ദൈവമേ, ഞാൻ തന്നെ കൊടുക്കണ. എന്നാ പിടി, ഞാൻ ഡ്രൈവറായിട്ടാണ് പന്നി. അവിടെ കിടന്ന് സർക്കസ് കളിക്കണ്ട്, ചെന്ന് ചോദിക്കും. താനും വാ. ഏയ്, ഞാൻ ഇത്ര ചെറിയ കാര്യങ്ങളിൽ ഇടപെടാറില്ല. മോള് ചെല്ലു. അയ്യടാ, തന്റെ വണ്ടിക്കകത്ത് കയറി അന്നോട്ട് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. നടക്കണോ? ദൈവമേ, ഈ പെങ്കൊച്ചെന്റെ പോകണ്ട പുക മാത്രമല്ല, കരിയും കണ്ടേ പോവും. ശരീരം നന്നാക്കിക്കോ. ഉണ്ടാപ്പണിക്ക് വേണ്ടതല്ലേ? കുട്ടി എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അഭിനയം അറിയാല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഞാനിപ്പോ 2 സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്, കണ്ടു കാണും. രാവണന്റെ ദുഃഖം, മറ്റൊന്ന് ജമന്തി പൂവിന്റെ നിറം പച്ച. പിന്നെ പല പല സിനിമകളിലും ഓഫർ വരുന്നുണ്ട്. തന്നോളൂ. എന്ത്? ഓട്ടോഗ്രാഫ്. ഓട്ടോഗ്രാഫോ? എന്റെ ഫാനല്ലേ? ഫാനിലേറ്റൊന്നുമല്ല. എന്റെ ഡ്രസ് അവിടെ. അതല്ലേ ഇട്ടിരിക്കുന്നത്? ഇതല്ല. ഓ, വേറെ ഡ്രസ്സാ. എവിടെയാ ഊരിയിട്ടത്? ലേഡീസിനോട് അപമര്യാദയായിട്ട് പെരുമാറുന്നുണ്ടല്ല. ഇയാൾക്ക് 2 കൊടുക്കേണ്ടി വരും. രാവിലെ മേക്കിട്ട് കയറാൻ വരുന്ന എന്റെ സാധനം മേടിച്ചു വെച്ച് കൊല്ലാൻ വരുന്നോ? ഇതുപോലെ വട്ട് കേസുകളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. നേരത്തെ പോയി കയറി വരുന്നു. വലിയ ശല്യമായല്ലോ. അങ്ങനെ വിട്ട് ശരിയാവില്ല. അകത്തേക്കല്ലേ, ഏത് പാതാളത്തിലേക്ക് പോയാലും ഞാനും കൂടെ വരും. എന്നാ വാ വാ, ഞാൻ ബാത്റൂമിലേക്കാ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് കുളിക്കാം. ഇറങ്ങി പോടി പുല്ലേ. തനിക്കെന്നെ അറിയില്ല. ആണവങ്ങ പെശകഞ്ഞൻ. തുറക്കില്ല, നീ പോടി. തന്നെ ഞാൻ പാഠം പഠിപ്പിച്ച് നോക്കിക്കോ. അതേത് പാടാണോ മകളെ? പാട് 4. മുറ്റത്തൊരു മൈന. ക്ലാ 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 ക്ലീ ക്ലീ ക്ലൂ. ഇത് 4ാം ക്ലാസ്സിലെ പാടമല്ലേ? ഞാൻ 2 വരെ പോയുള്ളൂ മകളെ. എന്നെ ഗതിയിലാക്കിയത് താൻ ഒരുത്തന. ഇത്
അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇന്ന് പോകുന്ന പ്രശ്നമില്ല. പോകരുത് പെങ്ങളെ, പോകരുത്, കട്ടക്കിടിച്ചാ പോകരുത്. പെങ്ങൾക്ക് എന്ത് വന്നാലും കൂടെ ഞാനുണ്ടാവും. ഈ വീട്ടിൽ വേറെ ആരുമില്ലേ? അമ്മേ, അറിയാ ചേച്ചി, അച്ഛാ, ആരാണ് വേളം ഉണ്ടാക്കുന്നത്? മായാജാലോ അവിടെ കഥ കളിക്കുന്നു, എവിടെ പൊങ്ങുന്നു. അല്ലേടാ കൊരങ്ങ? കൊരങ്ങനല്ല, അപ്പുക്കുട്ടൻ. മിണ്ടിപ്പോവരുത്, മാന്യന്മാരെ ആക്ഷേപിക്കരുത്. എന്റെ സാധനങ്ങൾ കട്ടുകൊണ്ട് പോണ തനിക്ക് എന്ത് മാന്യതയോ? കള്ളന്മാരെ, ഈ പെണ്ണ് പോയില്ലേ? കുറെ നേരമായല്ലോ ഇവിടെ ചിലക്കുന്നു. ദൈവമേ, ഡബിൾ റോളാ. എംജിആർ പടം എങ്ക വീട്ടു പിള്ളേ. അതെ, 2 ഇരട്ടകളാണ് ആദ്യം അവരെ പ്രസവിച്ചത്. ഇരട്ട ഒറ്റയ്ക്ക്. പിന്നെ ഇരട്ടകളായിട്ട് ഓരോരുത്തരെ. അതല്ലേ അതിന്റെ ഒരു ട്വിൻസ്. നിങ്ങൾ രണ്ടിൽ ആരാ എന്റെ സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നേ? ഏയ് ഞാനല്ല, ഞാൻ ഒരിക്കലുമല്ല. എന്താ കളിയാക്കാണോ? അല്ല കുട്ടി, ഇവര് 3 പേരാ. ഇത് ഡോക്ടർ മുകുന്ദൻ, ഇത് ഇയാളുടെ സഹോദരൻ സഹദേവൻ. കുട്ടി ഉദ്ദേശിക്കുന്ന ആള് മൂന്നാമത്തതാ, അരവിന്ദൻ. ദൈവമേ, ട്രിപ്പിൾ റോൾ. കമലഹാസൻ പടം. മൈക്കിൾ, മധുരൻ, കാമരാജ്. ഒരു സത്യം പറയാലോ, അരവിന്ദനെ കൊണ്ട് നാണം കെട്ടിരിക്കുക ഞങ്ങള്. അവനെ പോലൊരു ചെറ്റ ഈ ഭൂമിയിൽ കാണില്ല. നല്ല ബെസ്റ്റ് ഐഡിയ കേട്ടോ. അതിനൊക്കെ കൂട്ടു നിൽക്കാൻ ഇവനും. എത്ര പറഞ്ഞാലും കേൾക്കില്ല ആ മുടിഞ്ഞ വണ്ടി കച്ചവടം നിർത്താൻ. ഇപ്പൊ തന്നെ നോക്ക്, എന്ത് കാര്യം ഉണ്ടായിട്ടാ ഞങ്ങൾ കുട്ടിയുടെ അടുത്ത് ചീത്ത കേട്ടത്. എന്നിട്ട് അയാളവിടെ? ഇവിടെ ഇല്ലെന്ന് പറയുന്നതല്ലേ ബുദ്ധി. ഇവിടെ ഇല്ല, സത്യമായിട്ട് ഇവിടെ ഇല്ല. അയാളെ പിടിച്ചോണ്ടുന്ന വണ്ടിയില്ല എന്റെ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ. അതെയോ? അപ്പൊ കുട്ടാ, അവൻ അതെടുത്ത് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഈ കുട്ടിയെ വിളിച്ച് ഓഫീസിലേക്ക് ചെല്ല്. എന്നിട്ട് ആ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കാൻ അരവിന്ദനോട് പറ. അതങ്ങെടുത്ത് കൊടുത്തേക്ക്. ഇതൊക്കെ എന്നോടെന്തിനാ പറയുന്നത്? അവനോട് പോയി പറ. അവനോ? ഏതവൻ? അതായത് അവൻ മറ്റേ ഐഡിയ. അതെവിടെയാ ഇരിക്കുന്നത്? അവന്റെ ക്യാബിനിൽ കാണും. സാധാരണ വെക്കുന്ന സ്ഥലമില്ലേ? എനിക്കറിയാം. ഇന്ന് എടുത്തുകൊണ്ട് കുട്ടി വരൂ. ഒന്ന് നിന്നെ. ആ അരവിന്ദൻ എന്ന് പറയുന്ന തല്ലിപ്പൊളി തെണ്ടി ചെറ്റോട് പറഞ്ഞേക്ക്, അവൻ എന്തെങ്കിലും എന്റെ കയ്യെ കിട്ടും. ഒന്ന് ഞാൻ അവനെ പപ്പടം പോലെ പൊടിക്കുന്നു. വാട പറഞ്ഞ തൃപ്തിയായില്ലേ രണ്ടുപേർക്കും? അമ്മ അമ്പലത്തിൽ പോയത് 2 എണ്ണത്തിന്റെയും ഭാഗ്യം. ഇതൊക്കെ എന്റെ ബിസിനസിന്റെ ഒരു ഭാഗമല്ലേ? ബിസിനസ്. അതെ, ഡോക്ടർക്ക് സീരിയൽ അഭിനയിക്കാമെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ആവാം. ഓടാ, അമ്മാവനിഞ്ഞു വന്നേ. വേഗം ഓഫീസിലെത്തിയില്ലെങ്കിൽ ആ വായ നോക്കി അപ്പക്കുട്ടൻ ഓഫീസ് അടക്കം അവൾക്ക് എടുത്ത് കൊടുക്കും. വാ.